സ്വന്തം കാര്യത്തിന് വേണ്ടി ഇറങ്ങിയിട്ട് അതിലൊരു വിജയം കണ്ടെത്തുമ്പോഴത്തേക്കും നമുക്കുണ്ടാകുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ ലെവലുണ്ടല്ലോ, എൻ്റെ പൊന്നു സാറേ, അത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അപ്പോൾ എൻ്റെ ഒരു യാത്രാനുഭവമാണ് ഞാൻ നിങ്ങളുമായിട്ട് ഇന്ന് ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത്. നെയ്യാറ്റിൻകര മുതൽ ആലപ്പുഴയിലെ ചമ്പംകുളം എന്ന് പറയുന്ന ഒരു സ്ഥലം വരെയാണ് കേട്ടോ നമ്മളിന്ന് യാത്ര ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഒരു 4:30 ആയപ്പോഴത്തേക്ക് ഞാൻ നെയ്യാറ്റിൻകരയിൽ എത്തിയിട്ടുണ്ടായിരുന്നു. 5:15 ബസ്സിന് പോകാൻ വേണ്ടിയിട്ടാണ് ഞാൻ എത്തിയത്. പക്ഷേ 5:15 ബസ്സാണെങ്കിൽ നല്ല ഡിലേ ആയിട്ടാണ് വന്നത്. അങ്ങനെ ബസ്സാണെങ്കിൽ അവിടെ ട്രിവാൻഡ്രത്ത് എത്തിയപ്പോൾ തന്നെ ഏകദേശം 6 മണിയായി. ശരിക്കും പറഞ്ഞാൽ ഒരു ഐഡിയ ഇല്ലാണ്ടാണ് ബസ്സിൽ കയറിയത്. ആലപ്പുഴ ഡിപ്പോയിൽ ഇറങ്ങണം. ഡിപ്പോയിൽ ഇറങ്ങിയിട്ട് ഞാൻ എന്ത് ചെയ്യും എനിക്കറിയത്തില്ല. പക്ഷേ ഡിപ്പോയിൽ ഇറങ്ങിയിട്ട് ഏകദേശം ഒരു 18 കിലോമീറ്റർ ഉണ്ട് ചമ്പംകുളം എന്ന് പറയുന്ന സ്ഥലത്ത്. പക്ഷെ അവിടെ എപ്പോഴും ബസ്സുണ്ടോ അല്ലെങ്കിൽ ഓട്ടോ ഫെയർ എത്രയാണെന്നോ ഒരു പിടിയില്ലായിരുന്നു. ഞാൻ കയറിയത് സൂപ്പർ ഫാസ്റ്റ് ബസ്സായതുകൊണ്ടും എൻ്റെ അടുത്ത് വേറെ ആൾക്കാരൊന്നും ഇല്ലാത്തതുകൊണ്ട് എനിക്ക് കുറച്ച് വീഡിയോസും അതുപോലെ വാച്ചിൻ്റെ ഫോട്ടോസ് ഇന്ന സമയമാണെന്നൊക്കെ എങ്ങനെ എടുക്കാൻ വേണ്ടിയിട്ടൊക്കെ പറ്റിയിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് നേരം അതായത് രാവിലെ അത്ര തിരക്കൊന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നമ്മളാണെങ്കിൽ ട്രിവാൻഡ്രത്ത് എത്തി. ഒരു 25 മിനിറ്റൊക്കെ ആയപ്പോഴത്തേക്കും തന്നെ നമ്മൾ ട്രിവാൻഡ്രത്ത് എത്തിയിട്ടുണ്ടായിരുന്നു. അതായത് ഒരു 6:25 ആ ഒരു ടൈമൊക്കെ നമ്മൾ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് ആ ഒരു സമയത്തുള്ള ആ ഭയങ്കര ഒരു രസമാണ്. ആ ഒരു ടൈമാണെങ്കിൽ ഇത് കാണാൻ വേണ്ടി എനിക്കിത് ഈ ഒരു വീഡിയോ എടുത്തപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി. പണ്ട് +2 പഠിക്കുന്ന സമയത്ത് അമ്മ സ്കൂളിൽ കൊണ്ടുവിട്ടാലേ സ്കൂളിൽ പോവുള്ളൂ, ഇല്ലെങ്കിൽ ഞാൻ സ്കൂളിൽ പോകത്തില്ല എന്നിങ്ങനെ പറയുന്ന ഒരു ടൈപ്പായിരുന്നു ഞാൻ. അപ്പോൾ ഞാനാണെങ്കിൽ ഇപ്പോൾ ഇന്ന് ഇതുപോലെ ആലപ്പുഴ വരെ ഒറ്റയ്ക്ക് പോയി എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ശരിക്കും പറഞ്ഞാൽ എനിക്ക് എന്നോട് തന്നെ ഒരു ചെറിയൊരു പ്രൗഡൊക്കെ തോന്നുന്നുണ്ട്. കാരണം ഇത് യൂഷ്വലി ഞാൻ ഇവിടുന്ന് ട്രിവാൻഡ്രം വരെ പോവുകയാണെങ്കിലും ഫാമിലിയുടെ കൂടെയോ അല്ലെങ്കിൽ ഫ്രണ്ട്സിൻ്റെ കൂടെയോ ആയിരിക്കും പോകുന്നത്. ഇതുവരെ ഞാനങ്ങനെ ഒറ്റയ്ക്കുള്ള യാത്രകളൊന്നും എൻകറേജ് ചെയ്തിട്ടില്ല. പക്ഷെ ആദ്യമായിട്ടാണ് ഒരു ഇത്രയ്ക്ക് ഇച്ചിരി ലോങ് ഡിസ്റ്റൻസിലാണെങ്കിൽ ഒരു ഫസ്റ്റ് ടൈമിലാണ് ഇങ്ങനെ യാത്ര പോകുന്നത്. അപ്പോൾ അങ്ങനെ പിന്നെ അടുത്ത് നമ്മൾ കായംകുളം എത്തിയപ്പോഴത്തേക്കും ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു 20 മിനിറ്റ് വണ്ടിയാണെങ്കിൽ അവിടെ പാർക്ക് ചെയ്തിട്ടിരുന്നു. അപ്പോൾ ഞാൻ ആ ടൈമിൽ പോയിട്ട് ഇനി ഇച്ചിരി ലോങ് ഡിസ്റ്റൻസല്ലേ പോകാണ്ട് ഇനി ഓവറായിട്ട് ഫുഡ് കഴിച്ചാൽ വൊമിറ്റ് ചെയ്യുമോ അങ്ങനെ ഒരു പേടി ഉള്ളതുകൊണ്ട് ഞാൻ എൻ്റെ ഫേവറേറ്റ് ബിസ്ക്കറ്റ് മേടിച്ചു. ഞാൻ എന്നിട്ട് തിരിച്ച് വണ്ടിയിൽ വന്നു കഴിച്ചു. പിന്നെ അതിൻ്റെ ഇടയിൽ ഒരു കായംകുളം എത്തുന്നവരെ ഇടയ്ക്ക് ഞാൻ സൂപ്പറായിട്ട് കിടന്നുറങ്ങുകയൊക്കെ ചെയ്തു കേട്ടോ. നൈസായിരുന്നു. ആരും ശല്യമൊന്നും ചെയ്തില്ല. അതിൽ ഹെഡ്സെറ്റ് വെച്ചിട്ട് ഞാൻ സൂപ്പറായിട്ട് കിടന്നുറങ്ങി ഇടയ്ക്ക്. പിന്നെ അടുത്ത് പോകുന്ന വഴിക്ക് ഇതുപോലെ നല്ല വ്യൂവിൽ ഒരുപാട് കായലൊക്കെ കണ്ടു. ഏകദേശം കായംകുളം എത്തിയപ്പോഴത്തേക്കും നമ്മുടെ ബസ്സിൽ അത്യാവശ്യം തിരക്കൊക്കെ വന്ന് തുടങ്ങി. സൂപ്പർ ഫാസ്റ്റ് ബസ്സാണെങ്കിലും. പിന്നെ അടുത്താണെങ്കിൽ ഞാൻ ഫോണൊക്കെ ഓഫ് ചെയ്ത് വെച്ചു. പിന്നെ ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ആലപ്പുഴ ഡിപ്പോയിലെത്തിയ ശേഷം നേരെ വിട്ടത് ഓട്ടോ സ്റ്റാൻഡിലോട്ടാണ്. ഓട്ടോ സ്റ്റാൻഡിൽ പോയിട്ട് എത്രയാണ് ഫെയർ എന്ന് ചോദിച്ചു. അപ്പോൾ എൻ്റെ കഴുത്തിറക്കുന്ന റേറ്റാണ് അവർ പറഞ്ഞതുകൊണ്ട് ഞാൻ അതുപോലെ ആ സ്പീഡിൽ തന്നെ തിരിച്ച് നമ്മുടെ ബസ് സ്റ്റോപ്പിലോട്ട് വന്നു. ബസ് സ്റ്റോപ്പിലോട്ട് വന്നപ്പോഴത്തേക്കും നമ്മൾ ചമ്പംകുളം ബസ് അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ടൈമിന് എത്തൂല എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉള്ളതുകൊണ്ടാണ് ഫസ്റ്റ് ഓട്ടോയ്ക്ക് പോകാമെന്ന് വിചാരിച്ചത്. ഇനി എന്തായാലും ലേറ്റായാലും കുഴപ്പമില്ല എന്ന് വെച്ചിട്ട് ചമ്പംകുളം ബസ്സിൽ കയറി. ഞാൻ കയറിയപ്പോഴത്തേക്കും അകത്ത് ആരും ഇല്ലായിരുന്നു. പിന്നെ അടുത്ത് സ്റ്റേഷൻ മാസ്റ്ററിൻ്റെ അടുത്ത് ചോദിച്ചപ്പോഴത്തേക്കും അവർ പറഞ്ഞു ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ടേ എടുക്കുള്ളൂ എന്ന്. അരമണിക്കൂർ കഴിഞ്ഞ് കണ്ടക്ടർ വന്നു. ഞാൻ പിന്നെ അടുത്ത് ടിക്കറ്റൊക്കെ എടുത്തു. പോകുന്ന വഴിക്ക് നല്ല ഭംഗിയാണ് കേട്ടോ. ഇപ്പുറത്തെ സൈഡിൽ ഫുള്ളും കായലും ഒരു സൈഡിൽ ഫുൾ നെൽപ്പാടം. പിന്നെ ഇടയ്ക്ക് എനിക്ക് ഈ ആമ്പലൊക്കെ ഭയങ്കര ഫേവറേറ്റാണ്. എൻ്റെ ഭയങ്കര ഫേവറേറ്റാണ് ആമ്പൽ. അപ്പോൾ ഞാൻ ഒരുപാട് ആമ്പൽ കുളങ്ങളെയൊക്കെ കണ്ടു കേട്ടോ. ആലപ്പുഴയിൽ നിന്ന് ഏകദേശം 1 മണിക്കൂറാണ് നമ്മുടെ ചമ്പംകുളം വരെ, അതായത് നമ്മുടെ ബസ്സിൽ വരുമ്പോഴത്തേക്കുള്ള ആ ഒരു ടൈം എന്ന് പറയുന്നത്. ആ ഒരു 1 മണിക്കൂറിൽ തന്നെ അവരെന്നെ കറക്റ്റായിട്ട് കൊണ്ടെത്തിച്ചു. എന്തായാലും എൻ്റെ ഡെസ്റ്റിനേഷനിലെത്തി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബൈ ബൈ.